രാജ്ഭവനിൽ വീണ്ടും ഭാരതാംബ വിവാദം. ഭാരതാംബ ചിത്രം ഉപയോഗിച്ചതിൽ പ്രതിഷേധിച്ച് മന്ത്രി വി ശിവൻകുട്ടി. രാജ്ഭവനിൽ നടന്ന സ്കൗട്ട് ആൻഡ് ഗൈഡ് പരിപാടി ബഹിഷ്കരിച്ച് മന്ത്രി പുറത്തിറങ്ങി. അർജുൻ രാജ് ചേർന്നു വിവരങ്ങളുമായി. അർജുൻ, ഏതായാലും ഭാരതാംബയെ മുൻനിർത്തി ഒരു പോരിന് തന്നെ ഇറങ്ങിയിരിക്കുന്നു ഗവർണർ എന്ന് പറയേണ്ടി വരും. ഏതായാലും വി ശിവൻകുട്ടിയും കൃത്യമായി പ്രതിഷേധം രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്താണ് ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട് രാജ്ഭവന്റെ ഭാഗത്ത് നിന്ന് വരുന്ന വിശദീകരണം? വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസ് പറയുന്നത് എന്ത്? ലക്ഷ്മി, സർക്കാരുമായി നേരിട്ടൊരു ഏറ്റുമുട്ടലിന് തയ്യാറാകുകയാണ് എന്ന് തെളിയിക്കുന്നതാണ് ഗവർണറുടെ ഇന്നത്തെ പ്രവൃത്തിയും. അതായത് ഇനി മുതൽ സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടികളിൽ ഭാരതാംബയുടെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിഹ്നങ്ങളോ ഉണ്ടാകുമെന്ന് രാജ്ഭവൻ അറിയിച്ചതാണെന്ന് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി പങ്കെടുത്ത പരിപാടിക്കകത്തും ഇതിന് സമാനമായിട്ടുള്ള ഭാരതാംബയുടെ ചിത്രം പ്രദർശിപ്പിച്ചിരുന്നു. ആ പരിപാടിക്കകത്ത് പങ്കെടുത്ത ഘട്ടത്തിലാണ് മന്ത്രി ഇത് മനസ്സിലാക്കിയത്. പ്രസംഗ വേദിയിൽ തന്നെ ഇക്കാര്യം അറിയിച്ചുകൊണ്ട്, തന്റെ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി ആ പരിപാടിയിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് ഉണ്ടായത്. ആ പരിപാടി ബഹിഷ്കരിക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി ചെയ്തത്. പ്രസംഗത്തിൽ മൂന്ന് വാക്കുകൾ പ്രധാനമായും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുണ്ട്. അത് എന്റെ രാജ്യം ഇന്ത്യയാണ്, ഭരണഘടനയാണ് അതിന്റെ നട്ടെല്ല്, മറ്റൊരു സങ്കല്പവും അതിന് മുകളിലില്ല എന്ന് പറഞ്ഞാണ് വിദ്യാഭ്യാസ മന്ത്രി ആ പരിപാടി ബഹിഷ്കരിച്ചിരിക്കുന്നത്. അങ്ങനെ കൃഷിമന്ത്രിക്ക് പിന്നാലെ ഇത്തരത്തിലുള്ള RSSന്റെ അല്ലെങ്കിൽ ഇന്ത്യ ഒന്നാകെ അംഗീകരിക്കുന്നതല്ലാത്ത ബിംബത്തെ അംഗീകരിക്കാൻ കഴിയില്ലെന്ന നിലപാട് വിദ്യാഭ്യാസ മന്ത്രിയും ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. കൃത്യമായി ആ വേദിയിൽ വെച്ച് പ്രസംഗിച്ച് നിലപാട് പറഞ്ഞിട്ടാണ് വിദ്യാഭ്യാസ മന്ത്രി അവിടെ നിന്ന് ഇറങ്ങിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് പ്രസംഗിക്കുന്ന വേദിയിൽ അദ്ദേഹം ആ നിലപാട് അസന്നിഗ്ധമായി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്റെ രാജ്യം ഇന്ത്യയാണ്, ഭരണഘടനയാണ് അതിന്റെ നട്ടെല്ല്, മറ്റൊരു സങ്കല്പവും അതിന് മുകളിലില്ല എന്ന് പറഞ്ഞാണ് മന്ത്രി അവിടെ നിന്ന് ഇറങ്ങിയതെന്നാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ശക്തമായിട്ടുള്ള പ്രതിഷേധം രാജ്ഭവനിൽ വെച്ച് തന്നെ അറിയിച്ചു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതേ സമയത്ത് തന്നെ ഇത് ഇനി ഉണ്ടാക്കാൻ പോകുന്ന പ്രതിസന്ധി ചില്ലറയായിരിക്കില്ല. കാരണം ഇന്നലെ മുഖ്യമന്ത്രി തന്നെ രാജ്ഭവനെ RSSന്റെ ശാഖയുടെ തരത്തിലേക്ക് തരം താഴ്ത്തരുതെന്ന തരത്തിൽ ഗുരുതരമായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങേയറ്റത്തെ രാഷ്ട്രീയപരമായിട്ടുള്ള പ്രതികരണം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് പോലും ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവായിട്ട് വേണം ഇത്തരത്തിലൊരു ബഹിഷ്കരണത്തെ കാണാൻ. ശക്തമായിട്ടുള്ള ബഹിഷ്കരണം അത് നേരത്തെ കൃഷിമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ആ പരിപാടിയിൽ പങ്കെടുക്കാതെയാണ് കൃഷിമന്ത്രി അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്, ബഹിഷ്കരിച്ചത്. അതിന് സമാനമായി ആ പരിപാടിക്കകത്ത് എത്തിയെങ്കിലും അതിലെ ഒരു പ്രശ്നം ചൂണ്ടിക്കാട്ടി നിലപാട് വിശദീകരിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രിയും അവിടെ നിന്ന് ഇറങ്ങി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലക്ഷ്മി. അർജുൻ, കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി കടുത്ത വിമർശനമായിരുന്നു RSSന്റെ മേൽ ചുമത്തിയിരുന്നത്. രാജ്ഭവനെ RSS വൽക്കരിക്കാനുള്ള ശ്രമം ആണെങ്കിൽ അത് നടക്കില്ല, അത് ശരിയല്ല എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അതിന് പിന്നാലെയും ഇത് വിവാദമാക്കാൻ തന്നെയാണ് ഗവർണറുടെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടാകുന്നത് എന്ന് തന്നെയല്ല ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായും ഇനി ശക്തമായിട്ടുള്ള ഒരു സർക്കാർ ഗവർണർ പോരിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണെന്ന് വേണം പറയാൻ. കാരണം ഏതെങ്കിലും തരത്തിലൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലെന്ന് സർക്കാർ ഇതിനോടകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. അതിന് സമാനമായ ഗവർണറുടെ നിലപാടും, അതായത് സർക്കാർ പരിപാടികൾ, അതായത് ഔദ്യോഗിക പരിപാടികളിൽ ഇത്തരത്തിൽ ഈ ഭാരതാംബയുടെയോ അല്ലെങ്കിൽ RSSന്റെയോ തോന്നിക്കുന്ന തരത്തിലുള്ള ചിഹ്നങ്ങളോ ഒന്നും ഉണ്ടാകില്ല എന്നാണ് ഔദ്യോഗികമായി ഗവർണർ അറിയിച്ചതെന്നാണ് മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത്. പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ. സർക്കാർ പ്രതിനിധികൾ, അതായത് മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മന്ത്രിമാരോ സർക്കാർ ഉദ്യോഗസ്ഥരോ ഒക്കെ പങ്കെടുക്കുന്ന പരിപാടികളിൽ പോലും ഇത്തരത്തിലുള്ള ചിഹ്നങ്ങൾ ഭാരതാംബ ഉൾപ്പെടെ ഉണ്ടാകുമെന്ന് തെളിയിക്കുകയാണ്. അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകുക കൂടിയാണ് ഗവർണർ. അർജുൻ, ഭാരതാംബ വിഷയത്തിൽ വിവാദങ്ങളോട് തന്നെയാണ് രാജ്ഭവൻ മുന്നോട്ട് പോകുന്നത്. അതാണ് ഇപ്പോൾ നടത്തിയ ഈ നടപടിയിലൂടെ വ്യക്തമാകുന്നതും. വി ശിവൻകുട്ടി ഇറങ്ങിപ്പോയത് അത് സർക്കാരിന്റെ നിലപാട് അറിയിച്ചുകൊണ്ട് തന്നെയാണ്. അർജുൻ രാജാണ് വിവരങ്ങൾ നൽകിയത്.